ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ചിക്കൻകാരി എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ് ഇന്ന് നമ്മൾ കാണുന്നതിൽ ഒരു ഡിസൈൻ. അത് യൂഷ്വലി നമ്മൾ വൈറ്റ് എംബ്രോയിഡറി ചെയ്ത് വരുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ സെൽഫ് ഷെയ്ഡ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണുമായിട്ട്. അതേപോലെ തന്നെ പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെമി സ്റ്റിച്ചഡ് പാറ്റേണിൽ നെക്കിലേക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ആയിട്ട് വരുന്ന ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോക്സ് ജോർജറ്റിലുള്ള ഈ ഒരു പാറ്റേൺ നോക്കാം. ഇതിൽ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പീച്ച് കളറിലോട്ടാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇതിലറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് ചിക്കൻകാരിയിൽ ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചിക്കൻകാരി വർക്ക് ഫുള്ളായിട്ട് നല്ല കുറച്ചുകൂടി ഹെവി ആയിട്ട് യോക്കിലേക്ക് നല്ല വീതിയിലുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൽഫായിട്ടുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നല്ല പോലെ തന്നെ അടുപ്പിച്ച് തന്നെ എല്ലാ മോട്ടീവ്സും വന്നിട്ടുണ്ട്. സ്ലീവ്സിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ഓരോ സ്ലീവിനും വിത്ത് ബോർഡറും പിന്നെ ബൂട്ടാസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഓരോ സ്ലീവ്സിനും വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓവറോൾ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ, ബാക്ക് സൈഡിലോട്ടും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ദുപ്പട്ടയും അതേപോലെ തന്നെയാണ്. മിഡിലെല്ലാം സ്പ്രെഡിങ് ആയിട്ടുള്ള ചെറിയ ബൂട്ടാസും വരുന്നുണ്ട്. ഏറ്റവും എൻഡിലായിട്ട് ബോർഡറും വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക് ആട്ടോ. അപ്പോൾ ലൈനിങ് ഇട്ട് നമ്മൾ ബോട്ടം ചെയ്യേണ്ടി വരും. അതിലേക്കും താഴോട്ട് ബോർഡറും വരുന്നുണ്ട്. ഒരു നീ ലെങ്ത് വരെ ഈ ഒരു ഫ്ലോറൽ ബൂട്ടാസും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ വരുന്നത്. നമുക്ക് കളേഴ്സ് വരുമ്പോഴത്തേക്കും അടുത്തൊരു ബേബി പിങ്ക് കളറാണ്. ഇതിലേക്ക് ബേബി പിങ്കിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോണിലുള്ള ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈനാണ്. പിന്നെ മോട്ടീവ്സിനൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ പാറ്റേൺ വൈസ് സെയിം തന്നെയാണ്. ബോട്ടം എല്ലാത്തിലും ബാക്കിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. അടുത്ത് വരുന്നൊരു ചിക്കു ഷെയ്ഡാണ്. ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അതിലേക്കും ആ ചിക്കുവിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ഡാർക്ക് ടോണിലോട്ടുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട, ബോട്ടം. അടുത്തൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു പീച്ച് ഓറഞ്ച് കളറാണ്. കുറച്ച് ഡാർക്ക് ടോണിൽ നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതുപോലെ വരും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട, ബോട്ടം. ഇനി ഒരു ഷെയ്ഡും കൂടെ ഉള്ളത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. സെൽഫായിട്ടുള്ള വർക്കുമായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ദുപ്പട്ട അതേപോലെ തന്നെ. പിന്നെ ബോട്ടം എല്ലാം ബ്ലാക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയ്ഡറിയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 2399 ആണ്. ഇനി നമ്മൾ കാണുന്നത് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ബ്രിക്ക് റെഡ് ആണ് ഫസ്റ്റ് ഷെയ്ഡ്. ബ്രിക്ക് റെഡിൽ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ഫാബ്രിക് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നെക്കിലേക്ക് ഒരു ഓവർലാപ്പ് വി പാറ്റേണിൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്രിക്ക് റെഡ് ഷെയ്ഡിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സിമ്പിൾ എംബ്രോയ്ഡറി ആണ്. ബാക്ക് സൈഡും സെയിം ആ ഒരു പ്രിൻറ്റ്സ് വരുന്നു. ദുപ്പട്ട ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത് ചന്തേരി സിൽക്കിലാണ്. അതിലോട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്യുന്നത്. ബോട്ടം വരുമ്പം പ്യുവർ കോട്ടണിൽ വരും. അടുത്ത ഇതിൽ വന്നിട്ടുള്ള പ്രിൻ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബ്ലാക്ക് ഷെയ്ഡിലോട്ട് നെക്കിലുള്ള പാറ്റേണൊക്കെ ഓവർലാപ്പ് വീല് തന്നെ വരും. ദുപ്പട്ട വന്നിരിക്കുന്നത് ചന്തേരി ഒരു പ്രിൻറ്റിങ് പാറ്റേൺ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആയിട്ട്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ. പിന്നെ നമ്മൾ കണ്ടത് പ്യുവർ കോട്ടണിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻകാരി എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഡിസൈൻസ് ഉണ്ടായിരുന്നു. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.